പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് ഒരു വേദഭാഗം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചിരിക്കുകയും ചെയ്തുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഈ 3-ാമത്തെ വാക്യത്തിൽ തന്നെ പിതാവായ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായി സാധിക്കും. ഈ അനുഗ്രഹത്തിൻ്റെ തലം, 1-ാമത്തെ തലം സ്വർഗമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ സ്വഭാവം ആത്മീകമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ഉറവിടം പിതാവായ ദൈവമാണ്. ഈ അനുഗ്രഹങ്ങൾ നൽകുന്നത് ക്രിസ്തുയേശുവിൽ കൂടിയാണ്. അപ്പോൾ ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ ഈ 3-ാമത്തെ വാക്യത്തിൽ മാത്രമായിട്ട് ഇത്രയും അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് അപ്പോൾ നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ആവശ്യം. ആത്മീയമായി നമ്മൾ ഒന്നുകൂടി വളരണം. പിന്നെ നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണമെന്ന് ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം അതിനായി ഈ നാളുകളിൽ നമ്മൾക്ക് ഒരുങ്ങണം. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കണം. ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് കടന്നു പോകേണ്ടുന്നവരാണ്. അപ്പോഴേ ഈ ദൈവരാജ്യം അവകാശമാക്കുവാൻ, ഈ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നമ്മൾ വിശുദ്ധരായി നിഷ്കളങ്കരായി എപ്പോഴും ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എന്ത് ചെയ്താലും എവിടെ പോയാലും കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പേരും നദിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം എൻ്റെ കർത്താവിനെക്കുറിച്ചൊന്ന് ചിന്തിപ്പാൻ, എൻ്റെ കർത്താവെ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിപ്പാൻ സ്വർഗം തന്ന അവസരത്തിനായിട്ട് നന്ദി. ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ. വരാമായിരുന്ന ആപത്തപകടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചല്ലോ. ഈ സന്ധ്യയെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം തന്നല്ല കർത്താവേ. ഈ രാത്രികാലം ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരികയാണ്. നല്ല ഉറക്കവും ആശ്വാസവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളെയൊക്കെ ബലപ്പെടുത്തുമാറാകണമേ. എല്ലാവിധ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാക്കണമേ. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ ദൂതന്മാരാൽ ഞങ്ങളെ കാവൽ ചെയ്യണമേ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗബ്രിയേൽ, മിഖാൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.